ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി ഉണ്ടാക്കിയ അതിന്റെ പോഷക ഘടകത്തിന്റെ പേര് SYS, സമസ്ത കേരള സുന്നി യുവജന സംഘം. എത്ര കൊല്ലായി? 70 കൊല്ലായി. 70 കൊല്ലമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യുവജന പ്രസ്ഥാനമായ SYS-ന്. 70 കൊല്ലമായ SYS ആരെ കൂടെയാ? സുൽത്താനുൽ ഉലമയുടെ കൂടെ. നമുക്കത് ആലോചിച്ചിട്ട് വേണ്ടേ സമസ്തന്റെ സമ്മേളനം നടത്താൻ? 1973 ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് രൂപം നൽകി. 73 SSF-ന് എത്ര കൊല്ലായത്? 50 കൊല്ലം. ഗോൾഡൻ 50 നമ്മൾ ആഘോഷിച്ചു അല്ലേ? 50 കൊല്ലമായി. 50 കൊല്ലം പിന്നിട്ട SSF എവിടെയാ? സുൽത്താനുൽ ഉലമയോടൊപ്പം. ഏതാ സംഘടന? SSF. എത്ര കൊല്ലായി? 50 കൊല്ലം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുൻ പ്രസിഡന്റായിരുന്ന റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളുടെ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സമസ്തയുടെ ഒരേ ഒരു മുഖപത്രം സിറാജ് ദിനപത്രം. സിറാജ് ദിനപത്രത്തിന് എത്ര കൊല്ലായി? 40 കൊല്ലം പിന്നിട്ടിരിക്കുന്നു. 40 കൊല്ലം പിന്നിട്ടിരിക്കുന്നു. ആരുടെ കൂടെയാ? ഈ കൺവെൻഷനിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഈ മൈതാനത്തും റോഡിലുമാകെ പാറിപ്പറക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പതാകയുണ്ട്. മനോഹരമായ പതാക. ആ പതാക സമസ്ത ഔദ്യോഗികമായി അംഗീകരിച്ചിട്ട് എത്ര കൊല്ലമായി? 60 കൊല്ലമായി. 60 കൊല്ലം പഴക്കമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പതാക ആരുടെ കയ്യിലാ? സുൽത്താനുൽ ഉലമ, താജുൽ ഉലമ, റഈസുൽ ഉലമ, മുഹയ്യിസ്സുന്ന അവരുടെ കൈകളിലാണ് ആ മനോഹരമായ പതാക. ഇതൊക്കെ ചിന്തിക്കണ്ടേ സമസ്തക്ക്? ഇതെല്ലാം ചിന്തിക്കണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനിച്ചു 2023 SSF-ന്റെ സമ്മേളനം കണ്ണൂരിൽ വെച്ച് സമസ്തയുടെ 100ാം വാർഷികത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 2023 SSF-ന്റെ സമ്മേളനം കണ്ണൂരിൽ വെച്ച്. അതിന്റെ ഗോൾഡൻ 50 ദേശീയ സമ്മേളനം എവിടെ വെച്ച്? ബോംബെയിൽ വെച്ച്, മഹാരാഷ്ട്രയിൽ വെച്ച്. രണ്ടാമത് സമസ്ത കേരള സുന്നി യുവജന സംഘം എത്ര കൊല്ലം? 70 കൊല്ലം. 70 കൊല്ലം പിന്നിട്ട സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം, 70ാം വാർഷിക സമ്മേളനം എവിടെ വെച്ച്? തൃശൂരിൽ വെച്ച്. ഇതെല്ലാം ചേർന്ന ആ 100 ഉണ്ടല്ലോ, ആ 100. ഈ 100 ഏതൊക്കെ ഉണ്ട്? സമസ്ത കേരള സുന്നി യുവജന സംഘം 70 കൊല്ലം, SSF 50 കൊല്ലം, സിറാജ് ദിനപത്രം 40 കൊല്ലം, സമസ്തയുടെ പതാക എത്ര കൊല്ലം? 60 കൊല്ലം. ഇനി കേൾക്കണം നിങ്ങൾക്ക്. അതിൽ വേറൊരു സാധനം ഉണ്ട്, വിലമതിക്കാനാകാത്ത ഒരു സാധനം. അതെന്താ? 53 കൊല്ലം സമസ്തയുടെ നേതൃത്വത്തിൽ, സമസ്തയുടെ നേതൃപദവിയിൽ ഇരുന്നു കൊണ്ട് കഴിഞ്ഞ 53 കൊല്ലം ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കേരളത്തിലെ ഒരേ ഒരു നേതാവ് സുൽത്താനുൽ ഉലമ. ആർക്ക് പറയാൻ പറ്റും? ആർക്ക് പറയാൻ പറ്റും? കഴിഞ്ഞ സമസ്തയാവട്ടെ, 89 ശേഷമുള്ള സമസ്തയാവട്ടെ, 2 സമസ്തക്കും അതിന്റെ നേതൃതലത്തിൽ ഇരുന്നു കൊണ്ട് സെക്രട്ടറിയായും ജനറൽ സെക്രട്ടറിയായും 53 കൊല്ലം നേതൃത്വം നൽകിയ ഒരു നേതാവിന്റെ പേരുണ്ടോ? വേറെ ഒരു നേതാവിന്റെ പേര് പറയാനില്ല. ആ സുൽത്താനുൽ ഉലമ 60ാം വാർഷിക സമസ്തയുടെ സമ്മേളനം, സമസ്തയുടെ 60ാം വാർഷികം, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നഗറിൽ നടന്നിട്ടുള്ള 60ാം വാർഷിക സമ്മേളനം, കടപ്പുറത്ത് വെച്ച് നടന്നിട്ടുള്ള സമ്മേളനം. ആ കടപ്പുറത്ത് വെച്ച് നടന്ന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി ആരാ? സുൽത്താനുൽ ഉലമ. ഇന്ന് നാം 100ാം വാർഷികം ആഘോഷിക്കുന്ന സമസ്തയുടെ
100ാം വാർഷികം ആഘോഷിക്കുന്ന സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആരാ? 40 കൊല്ലം മുമ്പ് 60ാം വാർഷികം ആഘോഷിച്ച സമസ്തയുടെ സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി സുൽത്താനുൽ ഉലമ. 40 കൊല്ലം കഴിഞ്ഞ് നാം 100ാം വാർഷികം ആഘോഷിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി സുൽത്താനുൽ ഉലമ. ഇങ്ങനെ ഒരു 100 ഈ 100ന്റെ ഉള്ളടക്കത്ര ഇനി നിങ്ങൾ മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. 70 കൊല്ലായ SYS ഇല്ലാത്ത ഒരു 100, 50 കൊല്ലായ SSF ഇല്ലാത്ത ഒരു 100, 60 കൊല്ലമായ കൊടി പതാക ഇല്ലാത്ത ഒരു 100, 40 കൊല്ലമായ സിറാജ് ഇല്ലാത്ത ഒരു 100, 53 കൊല്ലം ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സുൽത്താനുൽ ഉലമ ഇല്ലാത്ത ഒരു 100. ഈ 100 നമ്മൾ ഈ പറഞ്ഞ 100 ഉണ്ടല്ലോ, ഇപ്പോഴും വേണമെങ്കിൽ 100 എണ്ണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ 100. ഈ 100ന്റെ ആഘോഷമാണ് സിറാജ് ഉള്ളത്, SYS ഉള്ളത്, SSF ഉള്ളത്, കൊടിയുള്ളത്, 70 ഉള്ളത്, 50 ഉള്ളത്, പതാകയുള്ളത്, സുൽത്താനുൽ ഉലമയുള്ളത്. അതിനൊക്കെ പുറമെ അചഞ്ചലമായ ആദർശമുള്ള 100, അചഞ്ചലമായ ആദർശമുള്ള 100. ഈ 100ആണ് നമ്മൾ ആഘോഷിക്കുന്നത്.